വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി. മറ്റു പലരും ഹജ്ജിനും ഉംറക്കും പോകും പോലെ ഹജ്ജിനും ഉംറക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉംറയും ചെയ്തിട്ട് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ അതീവ സൗന്ദര്യമുള്ള വനിതയായിരുന്നു സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തേ പുറത്തു പോകാൻ ആരും വാഹനം കൊടുക്കാത്തോണ്ടാ? മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്തേക്ക് റൂട്ട് അറിയാത്തത് കൊണ്ടാ? സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ടാ? സഹോദരിമാരോട് പറയട്ടെ, കുനുകുനേനയുള്ള ഉംറ വേണ്ട. ഇപ്പുറത്ത് മുസീബത്തിന്റെ ബാബ് വേറെ തുറന്നിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അതിന്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സിയാറത്തും ഉംറയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക, അത്ര മതി. കുനുകുനേന വേണ്ട. നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കുന്നതൊക്കെ വീട്ടുക. പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാനെന്ന് ധരിക്കരുത്. അങ്ങനെ ഒരു പെർമിറ്റ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ സൊഫിലേക്ക് എത്താം. അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ സ്വഹാബത്ത് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല. ഒരൊറ്റ പെണ്ണും പോയിട്ടില്ല. ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ആയിഷ ബീവിന്റെ വീട്. ഇന്നും നിങ്ങൾ കണ്ടില്ലേ, മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ? എത്ര അടുത്താണ് ആ വീടുള്ളത്? ഒന്ന് കാലെടുത്ത് വെച്ചാൽ പള്ളിയിലെത്തിയില്ലേ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന വീടല്ലേ ആയിഷ ബീവി താമസിച്ച വീട്? 40 ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല.